എന്തുകൊണ്ടാണ് ഇത്ര പ്രസക്തി ഈ രാഹുവിനും കേതുവിനും വന്നത്? ശനിയാണ് പ്രധാനം. അത് കഴിഞ്ഞാൽ രാഹു കേതു എന്ന് പറയും. സമ്പത്ത് ഉണ്ടാവില്ല കയ്യിൽ. അവർ കൂടെ ബിസിനസ്സൊക്കെ ചെയ്താൽ എങ്ങനെ ഇരിക്കും? രണ്ട് രാഹുവിടെ ബിസിനസ് ചെയ്താൽ പൊളിഞ്ഞ് പാളീസായി പോകും. അത് നോക്കിയിട്ട് ചെയ്യാവോ? എല്ലാവർക്കും ബിസിനസ്സും ചെയ്യാൻ പറ്റില്ല. ജാതകം നോക്കിയിട്ട് വേണം. അല്ലെ അത് മൂന്നാം ഭാവത്തിലാണെങ്കിലോ സുഹൃത്തുക്കൾ പറ്റിക്കും. സർപ്പത്തിൻ്റെ ദോഷങ്ങൾ വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ സർപ്പം ഉണ്ടെന്ന് സത്യമാണല്ലോ. പിന്നെ അതേപോലെ തന്നെ ഒരു ആൾക്ക് കുട്ടികളുണ്ടാവുന്നില്ല. അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ സ്കിൻ ഡിസീസ്, ഈ സർപ്പശാപം. എൻ്റെ വീട്ടിലെല്ലാവർക്കും സ്കിൻ ഡിസീസ്. എന്താ കാരണം? കേതു ഏത് ദശയിൽ വരുന്നു, ആ ഏത് സ്ഥാനത്ത് വരുന്നു, അവരുടെ ദശ വരുമ്പോൾ അത് കട്ടായി പോകുന്ന പറയും കേതു. ഇപ്പോൾ ചന്ദ്രദശയാണ് വന്നേക്കുന്നത് ചില ആൾക്ക്. എല്ലാത്തിനും ഈ അപഹാരങ്ങൾ വരും. ഓരോ ദശയ്ക്കും ഇവരുടെയൊക്കെ അപഹാരങ്ങൾ വരും. ശ്രദ്ധ തരേണ്ട ആൾക്കാരാണ് രാഹുവും കേതുവും ശനിയൊക്കെ. ഈ ആസ്ട്രോളജിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതലും ആളുകൾ അനുഭവിക്കുന്ന വിഷയം ഒന്നെങ്കിൽ രാഹുവിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ കേതുവിൻ്റെ ആയിരിക്കാം. ഇത് രണ്ടുമാണ് ജ്യോതിഷം നോക്കുന്ന ആളുകളെ ഏറ്റവും കൂടുതൽ നോക്കുന്നൊരു വിഷയവും. എന്തുകൊണ്ടാണ് ഇത്ര പ്രസക്തി ഈ രാഹുവിനും കേതുവിനും വന്നത്? നമസ്കാരം. ശനി കഴിഞ്ഞ ശനിയാണ് പ്രധാനം. അത് കഴിഞ്ഞാൽ രാഹു കേതു എന്ന് പറയും. രാഹു എന്ന് പറഞ്ഞാൽ സർപ്പത്തിന് തലയും കേതുവിന് വാലുമാണ്. ഇതെപ്പോഴും ഒരു സ്ഥലത്ത് നിന്നാൽ അതിൻ്റെ 7-ാം ഭാവത്തെ കേതു വരുള്ളൂ. രാഹു എവിടെയുണ്ടോ അതിൻ്റെ 7-ാം ഭാവത്തെ കേതു വരുള്ളൂ. അത് ശാസ്ത്രമാണ്, സയൻസിൽ ഇതിലുള്ളതാണ്, ജ്യോതിഷത്തിലുള്ള. രാഹു എന്ന് പറഞ്ഞാൽ രാഹു 18 വർഷമാണ് ഒരാളുടെ ജാതകത്തിൽ വരിക. രാഹുവിൻ്റെ ഈ രാഹുദശ 18 വർഷം എന്ന് പറഞ്ഞാൽ ആ 18 വർഷം, ശനി 19 വർഷം. ശനി നല്ല സ്ഥലത്താണ് നിൽക്കണമെങ്കിൽ പ്രശ്നമില്ല. രാഹു 18 വർഷം, 6 വർഷം നല്ലത്, 6 വർഷം രണ്ടും കൂടിയത് മിശ്രിതമായിട്ട് 6 വർഷം മോശം, ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ ഈ രാഹുദശ വന്നു കഴിഞ്ഞാൽ, രാഹുദശ വന്ന ഉടനെ തന്നെ സർപ്പബലി കഴിച്ചാൽ മതി. അപ്പോൾ ആ ദോഷത്തിന് പരിഹാരമായി. നാഗദേവതയെ പ്രാർത്ഥിച്ചാൽ മതി. ഇനി അത് ദശ വരുമ്പോൾ, അല്ല രാഹു ഒരാളുടെ ജാതകത്തിൽ നിൽക്കുകയാണെന്ന് ഇരിക്കാം. രാഹു ഒരാളുടെ ജാതകത്തിൽ 2-ാം ഭാവത്ത് നിൽക്കുകയാണെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസ തടസ്സം വരും. ലഗ്നത്തിന് ഉദയത്തിലാണ് ലഗ്നം വരുന്നത്. ഉദയം കഴിഞ്ഞിട്ട് എപ്പോഴാണോ ജനിക്കുന്ന ആളാണോ ലഗ്നം വരുന്നത്. അതിന് 2-ാം ഭാവത്തിൽ രാഹു വരികയാണെങ്കിൽ വിദ്യാഭ്യാസത്തിന് മടി തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. സമ്പത്ത് ഉണ്ടാവില്ല കയ്യിൽ. അവർ കൂടെ ബിസിനസ്സൊക്കെ ചെയ്താൽ എങ്ങനെ ഇരിക്കും? 2 രാഹുവിടെ ബിസിനസ് ചെയ്താൽ പൊളിഞ്ഞ് പാളീസായി പോകും. അത് നോക്കിയിട്ട് ചെയ്യാവോ? എല്ലാവർക്കും ബിസിനസ്സും ചെയ്യാൻ പറ്റില്ല. ജാതകം നോക്കിയിട്ട് വേണം. ചിലർ പറയും ബിസിനസ് എല്ലാവരും ഉയരും, നടക്കില്ല. ജാതകം നോക്കിയിട്ട് യോഗ കൊണ്ട് നോക്കണം, എന്നിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഉള്ളതും കൂടി പോകും, കയ്യിലുള്ളതും കൂടി. അപ്പോൾ 2-ൽ രാഹു വന്നാൽ അതാണ് പ്രശ്നം. ലഗ്നത്തിൽ രാഹു വന്നു കഴിഞ്ഞാൽ ക്യാരക്ടറിൽ ചേഞ്ചസ് ഉണ്ടാവും. സ്വഭാവത്തിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും ആൾ. 2-ാം ഭാവത്താണ് രാഹു വരണമെങ്കിലോ കുടുംബജീവിതത്തിലും സമ്പത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. സംസാരം ഭയങ്കര ഹാർഷ് വാക്കുകളൊക്കെ സംസാരിക്കും. അല്ലെങ്കിൽ അത് 3-ാം ഭാവത്തിലാണെങ്കിലോ സുഹൃത്തുക്കൾ പറ്റിക്കും. സുഹൃത്തുക്കളൊക്കെ നമ്മളെ പറ്റിക്കും, ഉറപ്പാണ്. ഇനി 4-ാം ഭാവത്താണെങ്കിൽ രാഹുവെങ്കിലോ വീടൊന്നും വയ്ക്കാൻ സാധിക്കില്ല. അവർ സ്വന്തമായിട്ട് വീട് വയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വെല്ലുവിളിക്കും, എൻ്റെ രാഹു 4 അടി വച്ചിട്ട് വയ്ക്കും. അത് ഭാര്യയുടെ ഗുണം കൊണ്ടായിരിക്കാം, സാധിക്കില്ല. ഇനി 5-ൽ രാഹു ആണെങ്കിലോ ആൺകുട്ടികൾക്കാണെങ്കിൽ കൗണ്ടിൻ്റെ പ്രശ്നം വരും. പെൺകുട്ടികൾക്കാണെങ്കിൽ PCOD ഉണ്ട്. നമ്മൾ കാണുമ്പോൾ പറയാം PCOD ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ടെന്ന് പറയും അവർ. 5-ാം ഭാവത്താണ്. 5-ാം ഭാവത്താണ് ഈ കൗണ്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരാം ആൺകുട്ടികൾക്കാണെങ്കിൽ. 6-ൽ രാഹുവാണെങ്കിൽ വലിയ പ്രശ്നമില്ല. 6-ൽ ശത്രുസ്ഥാനത്തല്ലേ. പക്ഷേ പക വീട്ടിൽ നിന്ന് ശത്രുവായിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. നമ്മളെന്തെങ്കിലും വാക്ക് പറഞ്ഞാൽ അതിങ്ങനെ കൊട്ടത്ത് വെച്ചുകൊണ്ടിരുന്ന പിന്നീട് നമ്മൾ ചോദ്യം ചെയ്യുന്ന ആളായിരിക്കും. 7-ൽ രാഹു വന്നാൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ധാരാളിയായിരിക്കും 7-ാം ഭാവത്ത്. ഇനി 8-മത്തിൽ രാഹു ആണെങ്കിലോ അസുഖങ്ങളും ബുദ്ധിമുട്ടൊക്കെ വരും അവർക്ക്. 9-ൽ രാഹു ആണെങ്കിലോ ഭാഗ്യസ്ഥാനത്ത് ഭാഗ്യം ഉണ്ടാവില്ല. ഭാഗ്യസ്ഥാനത്ത് പാപങ്ങളുടെ ഭാഗ്യത്തിന് എപ്പോഴും തടസ്സങ്ങളായിരിക്കും. പിന്നെ വീടിൻ്റെ സ്പൂടാൻ്റെ മൗത്തെന്ന് പറയില്ലേ, അതുപോലെ ആയിരിക്കും. കർമ്മത്തിൽ രാഹു നല്ലതാണ്. അവർ മെഡിക്കൽ ഫീൽഡായിരിക്കും, ഡോക്ടറായിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും. നല്ല മെഡിക്കൽ ഫീൽഡിൽ നല്ലതായിരിക്കും. 11-ൽ രാഹു വന്നാലും ശമ്പളം നമ്മൾ എത്ര പണിയെടുത്താലും നമുക്ക് ശമ്പളം കുറവ് കിട്ടുള്ളൂ. അതാണ് ഈ രാഹുവിൻ്റെ കാര്യം. 12-ൽ രാഹു വന്നാലോ നമുക്ക് ചില സമയത്ത് തോന്നാൻ ആത്മഹത്യ എന്ന് പറയില്ലേ, അപ്പോൾ 12-ൽ രാഹു ആയിരിക്കും. അങ്ങനെ ഉണ്ടാവും. 12-ൽ രാഹു വന്നാൽ സഡനായിരിക്കും ആക്ഷൻ. അത് നല്ലതാവില്ല, ജീവിതാശങ്ങളെ പെട്ടെന്നുണ്ടാവുള്ളൂ. അങ്ങനെ ഈ 12 രാശികളിൽ രാഹു വന്നാലുള്ള ഫലമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതിപ്പോൾ ഒരാൾ ജനിക്കുമ്പോൾ രാഹു എവിടെ നിൽക്കണമെന്ന് വെച്ചാൽ, പിന്നെ രാഹുവും ചന്ദ്രനും കൂടി വന്നാൽ, രാഹുവും ചന്ദ്രനും കൂടി വന്നു കഴിഞ്ഞാൽ അതാണ് ഗ്രഹണം. അതാണ് ചന്ദ്രഗ്രഹണം വരുന്നത്. രാഹുവും ചന്ദ്രനും കൂടി വരുമ്പോൾ അമാവാസി എടുക്കുമ്പോൾ രാഹുവും
ചന്ദ്രൻ വന്നാൽ ഗ്രഹണം വരില്ല. അമാവാസിയുടെ അടുത്ത് വരികയാണെങ്കിലാണ് ഗ്രഹണം വരിക. അതാണ് സൂര്യഗ്രഹണം. പൗർണമിയുടെ അടുത്താണെങ്കിൽ അത് ചന്ദ്രഗ്രഹണം. ഈ ഗ്രഹണത്തിൽ നിന്നാളുണ്ടാവുന്ന കുട്ടികളാണ് ഓട്ടിസം ഉള്ളവർ. ഉണ്ടാവുന്ന ജനിക്കണമെന്നല്ല, ഉത്ഭവിക്കുന്ന എപ്പോഴാണോ ഗ്രഹണ സമയത്താണെങ്കിൽ അവർക്കാണെങ്കിൽ ഓട്ടിസം പോലത്തെ അസുഖങ്ങൾ വരിക. അപ്പോൾ ചന്ദ്രനും രാഹുവും കൂടി ഇപ്പോൾ ഒരാളുടെ ജാതകത്തിൽ ഗ്രഹണമല്ല, ചന്ദ്രനും രാഹുവും നിൽക്കാമെന്ന് വിചാരിക്കാം. ആ നിൽക്കുന്നത് നാഗേക്ഷ്യമ്മയുടെ ദോഷം എന്ന് പറയും. നമ്മൾ ചന്ദ്രനും രാഹുവും കൂടി നിന്നാൽ നാഗേക്ഷ്യമ്മയുടെ ദോഷം എന്ന് പറയും. ആദ്യത്തിന് രാഹു ആണെങ്കിലും ദോഷമാണത്. അപ്പോൾ ഇങ്ങനെയുള്ള ദോഷങ്ങൾ ഇപ്പം അത് വിവാഹ സ്ഥാനത്താണെങ്കിലോ കർമ്മസ്ഥാനത്ത് വലിയ പ്രശ്നമില്ല, ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇവിടെ വന്നാലും പ്രശ്നമാണ്. അപ്പോൾ വിവാഹം നടക്കണില്ല, 7ാം ഭാവത്ത് ഗ്രഹണത്തിലാണ് നിൽക്കുന്നത്, അവർക്ക് ദാമ്പത്യമൊക്കെ മോശമായിരിക്കും ചന്ദ്രനും രാഹു നിൽക്കാന്ന് വെച്ചാൽ. അപ്പോൾ ഇതൊക്കെ നമ്മൾ വിശകലനം ചെയ്തിട്ട് വേണം. അതിന് ദോഷങ്ങൾ പരിഹാരങ്ങളുണ്ട്. അതൊക്കെ പൂർവികമായ ദോഷം കൊണ്ടാണ്. ഇപ്പോൾ ഇന്നാൾ ഞാൻ ഒരാളുടെ ജാതകം കണ്ടു. ആ ജാതകത്തിൽ ഇണനാഗങ്ങൾ കൊന്നതാണ് പൂർവികരെ. അച്ഛൻ്റെ വീട്ടിൽ, കുട്ടിയുടെ പിതാവിൻ്റെ വീട്ടിൽ. പിതാവല്ല, പൂർവികമായിട്ട്. ഞാൻ പറഞ്ഞല്ലോ ജന്മജന്മാന്തര സഞ്ചിത പാപം കൊണ്ട് നമ്മൾ വരണേന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എന്ത് ചെയ്തിട്ടും വിവാഹമില്ല, ജോലിയില്ല. എന്താ കാരണം? ഈ ദോഷമാണ്. അതിന് പരിഹാരം ചെയ്യണം. ഇണനാഗങ്ങൾ എന്ന് പറയുന്ന നാഗങ്ങൾ ഇണയേരുന്ന സമയത്ത് അതിന് കൊന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ദോഷം ഭയങ്കര ദോഷം അത്. അപ്പോൾ അതിന് പരിഹാരങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഹോമങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. സർപ്പരാജ ഹോമമൊക്കെ ചെയ്ത് മാറ്റേണ്ടി വരും. അപ്പം ഇങ്ങനെ ഈ സർപ്പത്തിൻ്റെ ദോഷങ്ങൾ വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ സർപ്പം ഉണ്ടെന്ന് സത്യമാണല്ലോ. പിന്നെ അതേപോലെ തന്നെ ഒരു ആൾക്ക് കുട്ടികളുണ്ടാവുന്നില്ല. അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ ആദ്യം പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ആദ്യത്തെ പ്രഗ്നൻ്റ് ആയ സമയത്ത് നാഗത്തിന് മഞ്ഞ നിറത്തിൽ സ്വർണ്ണ കളറാണ് ഈ നാഗം എന്ന് പറയുന്നത്. ഇത്ര ഉണ്ടാവുള്ളൂ. അതിനെ കൊന്നു ആര്? ഈ കുട്ടിയുടെ അച്ഛൻ. ആ കുട്ടി അബോഷനുമായി പിന്നെ കുട്ടികളെ ഉണ്ടായിട്ടില്ല. അതെന്താ കാരണം? ഈ ശാപം. അത് പൂർവികമായിട്ട് വന്നേക്കണതല്ല, അറിഞ്ഞിട്ടായിരിക്കില്ല. പാമ്പകത്ത് കയറി കൊല്ലുമല്ലോ സ്വാഭാവികമായിട്ട്. നാഗാണോ സ്വർണ്ണമാണോ നോക്കൂലല്ലോ. അതാണ് സംഭവിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു കുട്ടിക്ക് ഇതുപോലെ കുട്ടി ഉണ്ടായി. പക്ഷെ ആ കുട്ടിക്ക് ആ വീട്ടിലെല്ലാവർക്കും സ്കിൻ ഡിസീസ്, ഈ സർപ്പശാപം. എൻ്റെ വീട്ടിലെല്ലാവർക്കും സ്കിൻ ഡിസീസ്. എന്താ കാരണം? അതായത് ഈ അച്ഛനും മക്കൾക്കും ഒക്കെ, മക്കളുടെ മക്കൾക്കൊക്കെ സ്കിൻ ഡിസീസാണ്. അതിന് സർപ്പശാപം എന്ന് പറയും. അതിന് സർപ്പരാജ ഹോമം ചെയ്യണം. സർപ്പരാജ ഹോമം ചെയ്ത് കഴിഞ്ഞാൽ അത് മാറിക്കോളും. അത് പറഞ്ഞു കൊടുക്കണ്ടേ? അവർ ഒരുപാട് സ്ഥലങ്ങളിൽ വഴിപാടൊക്കെ ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സർപ്പത്തിൻ്റെ, അതായത് രാഹു എന്ന് പറയുമ്പോൾ സർപ്പത്തിനെയാണ് നമ്മൾ പ്രതിനിധീകരിക്കുന്നത്. രാഹു റെപ്രസെൻസ് എന്ന് പറഞ്ഞാൽ നാഗം. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ രാഹുവിനും ശരിക്കും ഒരേ ബല എന്നാണ് പറയണത്. അപ്പോൾ രാഹുവിനെ എന്തൊക്കെയാണോ അത് തന്നെ ശരിക്കും വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ രാഹു ചീത്ത സ്ഥാനത്ത് നിൽക്കണമെങ്കിൽ നമ്മൾ മുച്ചോടെ മുടിക്കും. ഇനി അടുത്തതിൻ്റെ വാലാണ് കേതു. ഈ കേതു ഏത് ദശയിൽ വരുന്നു, ആ ഏത് സ്ഥാനത്ത് വരുന്നു, അവരുടെ ദശ വരുമ്പോൾ അത് കട്ടായി പോകുമെന്നാണ് പറയുന്നത് കേതു. ഇപ്പോൾ ചന്ദ്രദശയാണ് വന്നേക്കുന്നത് ഒരാൾക്ക്. എല്ലാത്തിനും ഈ അപഹാരങ്ങൾ വരും. ഓരോ ദശയ്ക്കും ഇവരുടെയൊക്കെ അപഹാരങ്ങൾ വരും. ഇപ്പോൾ സൂര്യദശയാണെന്ന് ചോദിക്കുക, സൂര്യദശ സൂര്യൻ്റെ അപഹാരം, ചന്ദ്രൻ്റെ അപഹാരം, എല്ലാ അപഹാരങ്ങളും വരും. അങ്ങനെ വരുമ്പോൾ ഈ സൂര്യദശയിൽ കേതുവിൻ്റെ അപഹാരം, രാഹുവിൻ്റെ അപഹാരം വരും. സൂര്യദശയിൽ ശനിയുടെ അപഹാരം, രാഹുവിൻ്റെ അപഹാരം, കേതുവിൻ്റെ അപഹാരം വരും. പിതാവിന് ദോഷമാണ്. അപ്പോൾ ആദ്യത്തെ ദശ, സൂര്യദശ ആദ്യത്തെ ദശ, ഫസ്റ്റ് ദശയാണല്ലോ. ഫസ്റ്റ് ദശയല്ല, ഫസ്റ്റാണ് സൂര്യൻ. ഓരോ ജാതകത്തിലും ഓരോ നക്ഷത്രക്കാർക്കും അനുസരിച്ചാണ് വരുന്നത്. സൂര്യദശ വരുന്നത് കാർത്തിക ഉത്രാടക്കാർക്കാണ് സൂര്യദശ വരിക. അപ്പോൾ ഈ സൂര്യദശ വന്നു കഴിഞ്ഞ് സൂര്യദശയിൽ അപകാരങ്ങളുണ്ടാവും. സൂര്യദശയിൽ ഇപ്പം കേതുവിൻ്റെ അപഹാരം വരുമ്പോൾ പിതാവിന് ദോഷമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? പിതാവിൻ്റെ പേരിൽ മൃത്യുഞ്ജോമം ചെയ്യും. ദോഷം മാറാൻ അതാണല്ലോ ചെയ്യണത്. പിന്നെ ആദ്യത്തെ ദശയിൽ ശനി വരും, അപഹാരം വരുമ്പോൾ ശനിയുടെ അപഹാരം വരുമ്പോൾ മൃത്യുഞ്ജോമം ചെയ്യണം. രാഹുവിൻ്റെ അപഹാരം വരുമ്പോൾ സർപ്പത്തിന് വഴിപാട് കഴിക്കണം. ഇങ്ങനെ ഓരോ ദശാപഹാര ചിത്രങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പം ഒരാൾക്ക് വ്യാഴദശയാണ്, വ്യാഴം നല്ല വ്യാഴാട്ടോ, ഓക്കെ. ഈ വ്യാഴദശയിൽ ഇങ്ങനെ അപഹാരങ്ങൾ വരും. വ്യാഴത്തിൽ വ്യാഴം ശനി, അങ്ങനെ ഓരോ ചിത്രങ്ങൾ വരും. അപഹാരങ്ങളും അപഹാരദശകൾ വരും. മെയിൻ ഒരു ദശാപഹാരങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പരിഹാരം ചെയ്യണം. അപ്പോൾ ഈ രാഹുദശ വന്നാലും കേതുദശ വന്നാലും പ്രശ്നങ്ങളാണ്. ആ സമയത്തൊക്കെ നമ്മൾ പരിഹാരം ചെയ്യണം. ശനി വരുന്നത് ആദിത്യൻ്റെ കൂടെ ശനി വന്നാൽ മാത്രമേ ഉള്ളൂ. ശനിദശയിൽ ആദിത്യം വന്നാൽ അച്ഛന് മോശമാണ്. അവർ തമ്മിൽ ശത്രുക്കളാണ്, ശനിയും ആദിത്യനും. പക്ഷേ ഈ രാഹു അല്ലെങ്കിൽ കേതു ഒക്കെ വരുമ്പോൾ നമ്മൾ പരിഹാരം ചെയ്യണം. ഇപ്പോൾ ചന്ദ്രദശയിൽ കേതു വരുമ്പോൾ മാതാവിന് ഉറപ്പായിട്ട് അസുഖം ഉണ്ടാവും.
ഒരു വ്യക്തിയുടെ ചന്ദ്രദശയിൽ കേതു വരുമ്പോൾ മാതാവിന് ഉറപ്പായിട്ട് അസുഖം, മാതാവ് ഉണ്ടെങ്കിൽ അസുഖം ഉണ്ടായിരിക്കും, അത് ഉറപ്പാ കാര്യം. മരിച്ച മാതിരിയായിപ്പോൾ മാതാവ്, ആ മാതാവിനും കൂടി സമയം മോശമാണെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇപ്പം ഈ രണ്ടു പേർക്കും ദോഷ സമയമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംഭവിക്കും. ഇപ്പം പറയില്ലേ, ഓടി നടന്ന ആളാണ്, പെട്ടെന്ന് അറ്റാക്ക് വന്നു. അപ്പം നോക്കുമ്പോൾ എന്താ, അച്ഛന് മകന് രാഹുൽ ആദ്യത്തെ ദിശയായിരിക്കും. നിങ്ങൾ നോക്കിയായിരുന്നോ? എനിക്ക് പലരും വന്നിട്ടുണ്ട്, ഇങ്ങനെ ജോലിക്ക് പോയതാ, വൈകുന്നേരം മരിച്ചുപോയി, അറ്റാക്കായിരുന്നു. അപ്പോൾ അറ്റാക്ക് നേരത്തെ ഉണ്ടായിരിക്കാം, ഹാർട്ടിന് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം നേരത്തെ, അത് നോക്കിയിട്ടുണ്ടാവില്ല. അപ്പം നോക്കിയപ്പോൾ എന്താ, മകൻ്റെ അങ്ങേർക്ക് ജാതകത്തിൽ പ്രശ്നമില്ല, ഭാര്യയ്ക്ക് പ്രശ്നമില്ല. ഈ കുട്ടി മകൻ്റെ ജാതകത്തിൽ രാഹുവിൽ ആദ്യത്തെ ദശയാണ്, അതാണ് മരിക്കാൻ കാരണം. അപ്പം ഇങ്ങനെ ഓരോ, നമ്മളിപ്പോൾ ജാതകം വെറുതെ എഴുതി വെച്ച് സൂക്ഷിച്ച് വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഓരോ ദശാപഹാരങ്ങളും നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ബുക്കിലോ എവിടെയെങ്കിലും എഴുതി വയ്ക്കും. ഇപ്പോൾ മൊബൈലിൽ ഫീഡ് വയ്ക്കും. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് പരിഹാരം ചെയ്താലേ പറ്റുള്ളൂ. എപ്പോഴും ജോലിച്ചെടുത്ത് പോകാൻ പറ്റുമോ? അതിനാണ് ജാതകം എഴുതുന്നത്. ജാതകം എഴുതിക്കാൻ ജാതകത്തിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും, ഇന്ന ദശാകാലത്ത് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ പ്രായമാവുകയാണെങ്കിലോ രാഹുലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പോയിന്ന് വരും. അപ്പോൾ ആയില്യം കേട്ട രേവതി നക്ഷത്രക്കാർക്ക് അവസാനം രാഹുദശയാണ്, അതിൽ നിന്ന് പിക്കപ്പ് ചെയ്താലും വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ചിത്തിര, മകീരം, ചിത്രാവിട്ടം ഇവർക്ക് അവസാനം കേതു വരും. ആ കേതുന്ന് പിക്കപ്പ് ചെയ്താൽ പിന്നെ നല്ല കാലം, പിക്കപ്പ് ചെയ്താൽ വലിയ ബുദ്ധിമുട്ടാണ്. 19 വയസ്സാകുമ്പോഴാണ് വരുന്നത് അതൊക്കെ. അപ്പം അങ്ങനെ ഓരോരുത്തരുടെയും കാലഘട്ടങ്ങളൊക്കെ നോക്കിയിട്ട് ഓരോ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. രാഹുവും കേതുവും പ്രശ്നക്കാർ തന്നെയാണ്. കേതുവിന് ഗണപതിയെ പ്രാർത്ഥിക്കണം. ഇപ്പം കേതു ഓജരാശി, നമ്മുടെ രാശികളുടെ ഓജം യുഗ്മം എന്നൊക്കെ ഉണ്ട്. രാഹുവിന് സർപ്പം തന്നെ, കേതു ഇപ്പോൾ ഓജം യുഗ്മം എന്നൊക്കെ ഉണ്ട്. ഓജരാശിയിൽ നിൽക്കുന്ന ഗണപതി ആണെങ്കിൽ ഗണപതി ഭഗവാന് വഴിപാട് കഴിച്ചാൽ മതി. യുഗ്മരാശിയിലാണെങ്കിൽ ദേവിക്ക് വഴിപാട് കഴിക്കണം. ഇപ്പം ഏത് രാശിയിലാണ് കേതു നിൽക്കുന്നത് നോക്കിയിട്ട് വേണം നമുക്ക് പരിഹാരങ്ങൾ പറയാം. ഇപ്പോൾ ഒരാളുടെ ജാതകത്തിൽ 7ാം ഭാവത്തെ കേതുവെങ്കിൽ ആ കേതു ദശ വരുമ്പോൾ വൈവാഹികമായ ബുദ്ധിമുട്ട്, തടസ്സങ്ങൾ, വിവാഹമോചനമൊക്കെ വരാൻ സംഭവിക്കാം, ഡൈവോഴ്സൊക്കെ സംഭവിക്കാം. അപ്പോൾ അത് നേരത്തെ നോക്കി മുൻകൂട്ടി, ഒരു 6 2 ഡൈവോഴ്സൊക്കെ വരും, മുൻകൂട്ടി വേണം നമ്മൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. പേടിക്കേണ്ട ആവശ്യമില്ല, ഇവരെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ശ്രദ്ധ തരേണ്ട ആൾക്കാരാണ് രാഹുവും കേതുവും ശനിയൊക്കെ. രാഹുവിന്റെ പരിഹാരം എന്ന് പറയുന്നത് സർപ്പത്തിന് മാത്രമേ ഉള്ളൂ. കേതുവിന് ഓജരാശിയിലാണെങ്കിൽ ഗണപതിക്കും, യുഗ്മരാശിയിലാണെങ്കിൽ ദേവിക്കും. ഗണപതി ഹോമം ചെയ്താൽ മതി. ഇപ്പോൾ ദേവി ഉണ്ടല്ലോ ഗണപതി കൂടെ. അപ്പോൾ അങ്ങനെ എല്ലാ മാസവും പക്കപ്പറന്നാൾ ഗണപതി ഹോമം 7 വർഷമാണ് കേതു, 7 വർഷവും പക്കപ്പറന്നോളം ഗണപതി ഹോമം ചെയ്താൽ ഈ ദോഷങ്ങൾക്ക് പരിഹാരമുണ്ട്.